Good morning. Good morning, Miss. Good morning. Good morning, ma'am. എല്ലാരും കേറിയോ? ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇത്രയും പേരാണുള്ളൂ ആകെ? മാം സ്ട്രെങ്ത് കുറച്ചും കൂടി ഉണ്ട്. വേറൊന്നും അറിയില്ല. ഡിപ്ലോമക്കാർ എത്ര പേരുണ്ട്? ഒന്ന് തമ്പ് ചെയ്യണേ. ഡിപ്ലോമ എന്നെ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുന്നു. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഞാൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. അപ്പോ നിങ്ങൾക്ക് സ്കീമിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. പ്രാക്ടിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കീമിന്റെ ക്ലാസ് കേട്ടോ. ഫൊണറ്റിക്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ക്ലാസ് ഫൊണറ്റിക്സിന്റെ ക്ലാസ് കിട്ടിയോ? അപ്പൊ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങള് കുറേയധികം എന്താ പറയാ പ്രാക്ടിക്കൽ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു നിങ്ങളുടെ. അതുപോലെ തന്നെ പ്രാക്ടിക്കലിന്റെ ഡെമോൺസ്ട്രേഷൻ ലൈവ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഏകദേശം മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയയില് പലതരം ഏരിയ ഉണ്ട് അല്ലെ? പ്രാക്ടിക്കൽ ഏരിയ, സെൻസോറിയൽ ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല ഡിവിഷൻസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അതില് ലാംഗ്വേജ് ഏരിയയിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് വളരെ കുറച്ച് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ക്ലാസ് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, പിന്നെ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാല്, ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാല്, നമ്മൾക്ക് ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മള് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? പറഞ്ഞു വന്ന കാര്യം ക്ലിയർ അല്ലേ? അപ്പോ സ്കീമുകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ നമ്മൾ ലെറ്റേഴ്സിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് സൗണ്ടിനാണ്, ഫോണറ്റിക്സ്. ഓക്കെ ആണല്ലോ? അതറിയാമല്ലോ എല്ലാവർക്കും. സൗണ്ട്സിനല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. അപ്പോ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കീമുകളെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് 3 തരം സ്കീമാണുള്ളത്. ഒന്ന് പിങ്ക് സ്കീം, മറ്റൊന്ന് ബ്ലൂ സ്കീം, മറ്റൊന്ന് ഗ്രീൻ സ്കീം. അങ്ങനെ 3 സ്കീമുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ്? പിങ്ക് സ്കീം ഉണ്ട്, ബ്ലൂ സ്കീം ഉണ്ട്, ഗ്രീൻ സ്കീം ഉണ്ട്. അപ്പൊ കളറ് പോലെ തന്നെയാണ്. അതായത് ആ കളേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തില് ബേർഡ്സ് അല്ലെങ്കിൽ സൗണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ സൗണ്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നില്ല. സൗണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അശ്വതി മിസ് എടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ അശ്വതി മിസ് നിങ്ങൾക്ക് ഫോണറ്റിക്സിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ സൗണ്ട്സ് പഠിപ്പിക്കുന്നില്ല. എന്താണ് സ്കീമുകൾ, എന്താണ് പിങ്ക് സ്കീം, എന്താണ് ബ്ലൂ സ്കീം, എന്താണ് ഗ്രീൻ സ്കീം, എന്താണ് അതിനകത്ത് വരുന്ന വേർഡ്സ് ആൻഡ് ലെറ്റേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോ നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാം എങ്ങനെയാണ് ഈ വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് നോക്കുക കേട്ടോ. ഞാൻ സാധാ പോലെ പറയുള്ളൂ. ഇപ്പൊ ക്യാറ്റ് എന്ന് പറയുന്ന വേർഡ് അത് ഞാൻ ക്യാറ്റ് ആയിട്ട് തന്നെയാ പറയാ, മറിച്ച് അത് ഫോണറ്റിക്സിൽ ഞാനത് ഇവിടെ പ്രൊനൗൺസ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാ? നിങ്ങൾക്ക്. ക്യാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്കീം ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫോണറ്റിക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യാന്ന് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിനായാലും അല്ലെങ്കിൽ നമ്മൾ ഒരു ഇന്റർവ്യൂവിനായാലും അല്ലെങ്കിൽ നമ്മള് പഠിപ്പിക്കാനായിട്ട് ഒരു സ്കൂളിൽ പെർമനന്റ് ആയിട്ട് അങ്ങനെ പോവാനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിലും
നമ്മൾ ആദ്യമേ തന്നെ ഈ കാര്യം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഏതൊക്കെ വേർഡ്സുകളാണ്, അതിന്റെ സൗണ്ട്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മള് ആദ്യം പഠിക്കാൻ പോകുന്നത് മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പിങ്ക് റീഡിംഗ് സ്കീം. അപ്പോ അവിടെ തന്നെ ഒരു കളറിനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെ? എന്ത് കളറാ ഞാൻ പറഞ്ഞത്? പിങ്ക് പിങ്ക് പിങ്ക്. പിങ്ക് കളറാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ പിങ്ക് കളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ ഉണ്ട് അല്ലെ? എന്താണ് ആ മെറ്റീരിയലിന്റെ പേര്? പിങ്ക് ടവർ. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ വൈവ സമയത്തൊക്കെ കുട്ടികളോട് ഏതെങ്കിലും മെറ്റീരിയൽസിനെ കുറിച്ച് പറയാൻ പറഞ്ഞാല് പിങ്ക് ടവർ ആണ് അവർ ആദ്യം ചൂസ് ചെയ്യുക. പിങ്ക് ടവറിന് ശേഷമാണ് ബാക്കിയുള്ള മെറ്റീരിയൽസ് അവർ പറയാം. ഓക്കെ, അപ്പോ പിങ്ക് എന്ന് പറയുന്ന കളറിന് തന്നെ എന്തുണ്ട്, ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീമിന്റെ പ്രത്യേകത, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം ആണിത് പിങ്ക് സ്കീം പറയുന്നത് കേട്ടോ. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഇതെന്തിനാണ് പിങ്ക് സ്കീം കുട്ടികൾ പഠിപ്പിക്കുന്നത്? പിങ്ക് സ്കീം എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ടുള്ള 3 ലെറ്റർ വേർഡ്സ് ആണ്. ഓക്കെ, പിങ്ക് സ്കീമിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? സിമ്പിൾ ആയിട്ടുള്ള 3 ലെറ്റർ വേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ പിങ്ക് സ്കീം ഡിസൈൻഡ് ടു ടീച്ച് ചിൽഡ്രൻ ഹൗ ടു റീഡ് സിമ്പിൾ 3 ലെറ്റർ വേർഡ്സ്. അതായത് പിങ്ക് സ്കീം എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അതായത് കുട്ടികളെ സിമ്പിൾ ആയിട്ടുള്ള 3 ലെറ്റർ വേർഡ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിങ്ക് സ്കീം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോ മോണ്ടിസോറി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷനില് ഫസ്റ്റ് സ്കീം അല്ലെങ്കിൽ അത് വരുന്നത് എന്താണ്? പിങ്ക് സ്കീമാണ്. പിങ്ക് സ്കീം എന്ന് പറയുമ്പോൾ 3 ലെറ്റർ വേർഡ്സ് ആണ് അതിനകത്ത് വരിക. അപ്പൊ കുട്ടികളെ നമ്മള് 3 ലെറ്റർ വേർഡ്സ് പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് 4 ലെറ്റേഴ്സിലോട്ടും 5 ലെറ്റേഴ്സിലോട്ടും പിന്നെ അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടൊക്കെ പോകുന്നത്. അതെന്ത് വേർഡ്സാ പഠിപ്പിക്കുന്നേ? 3 ലെറ്റർ വേർഡ്സ് ആണ് പഠിപ്പിക്കുന്നത് അല്ലെ? 3 ലെറ്റർ വേർഡ് അല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞ ആരെങ്കിലും 3 ലെറ്റർ വേർഡിന്? പെൻ, ക്യാറ്റ് ക്യാറ്റ്, മാറ്റ്, മാച്ച്, ഡോഗ് അല്ലെ? ഗോഡ് കുറെ അധികം വേർഡ്സ് ഉണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വേർഡ്സ് നമുക്ക് പിങ്ക് സ്കീമിൽ കിട്ടും. അപ്പോ പക്ഷെ ഞാനിപ്പോ ഇവിടെ വളരെ കുറച്ച് വേർഡ്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള വളരെ കുറച്ച് വേർഡ്സ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഞാനിപ്പോ ഇത്രയും പറഞ്ഞില്ലേ, ചില നോട്ട്സുകൾ ഇംഗ്ലീഷിലുണ്ടാവും, ചില നോട്ട്സുകൾ മലയാളത്തിലായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കണം. അപ്പോ ഫസ്റ്റ് തന്നെ ഹെഡിങ് കൊടുക്കുക, സ്കീം എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീം. മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീം. ഹെഡിങ് കൊടുത്തോ? ഹെഡിങ് കൊടുത്തോ? ഓക്കെ, എന്നിട്ട് എഴുതുക കേട്ടോ. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം. The first stage of Montessori phonetic reading program. ഒരു കോമ ഇട്ടിട്ട് എഴുതാം. ഡിസൈൻഡ് ടു ടീച്ച്. ഡിസൈൻഡ്, DESIGNED, ഡിസൈൻഡ് ടു ടീച്ച്. Designed to teach children how to read
children how to read. Simple 3-letter words. Simple 3-letter words. Okay. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? യെസ്. ഇത്രയും വരെ പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? Yes. ഇനി ഇതിന്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, പിങ്ക് സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് CBC വേർഡ്സ് ആണ്. എന്താണ് CBC വേർഡ്സ്? What is mean by CBC? എന്താണ് CBC? ഇതുവരെ കേട്ടിട്ടില്ല. സെന്ററില് വവ്വൽ ലെറ്റർ വരുന്നതാണ്. സെൻട്രലില് വവ്വൽ ലെറ്റർ വരുന്നതാണ് കേട്ടോ. സെൻട്രലിൽ എന്ത് വരുന്നതാണ്? വവ്വൽ ലെറ്റർ വരുന്നതാണ് CBC വേർഡ്സ്. അപ്പോ കൺസണന്റ് വവ്വൽ കൺസണന്റ് അങ്ങനെയാണ് ഫോർമാറ്റ് വരിക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇത് CBC വേർഡ്സ് ആണ്. അതായത് ആദ്യം കൺസണന്റ് വരുന്നു, പിന്നീട് വവ്വൽ സൗണ്ട് വരുന്നു, പിന്നീട് വീണ്ടും കൺസണന്റ് വരുന്നു. ആ ഫോർമാറ്റിലായിരിക്കും ഇതിന്റെ വേർഡ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് വരുന്നത്. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ പറഞ്ഞ എന്തെങ്കിലും നിങ്ങള് ഒരു എക്സാമ്പിള്. ഫ്ലാറ്റ് പറയാൻ പറ്റില്ലേ നമുക്ക്? ഹെൻ. ഹെൻ പറയാൻ പറ്റുമോ അല്ലേ? ഓക്കെ. പിന്നെ പോട്ട്. ഓക്കെ. പിന്നെ ക്യാറ്റ്, മാറ്റ്, ബാറ്റ്, റാറ്റ് എന്നൊക്കെ പറയാൻ പറ്റില്ല. ക്യാറ്റ്, മാറ്റ്, ബാറ്റ്, റാറ്റ് അതൊക്കെ പറയാം. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുറെ വേർഡ്സ് ഉണ്ടോ? ബാഡ്, ജെറ്റ്, റെഡ്, ബോട്ട്. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ വരുന്നത്? അപ്പോ അത് ആർക്കെങ്കിലും അറിയാമോ? ക്യാറ്റിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ വരുന്നത്? ഫോണറ്റിക്സിൽ നമ്മൾ നോക്കുമ്പോൾ അതിനാണ് ഇവിടെ പ്രാധാന്യം ഉള്ളത് കേട്ടോ. സൗണ്ട്സിനാണ് പ്രാധാന്യം. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? അത് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, വെരി ഗുഡ്. പ്രൊനൗൺസിയേഷൻ നോക്കി വെക്കണം കേട്ടോ. അപ്പൊ CBC വേർഡ്സിലാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് all the cards, boxes and booklets in this series are usually printed on pink paper or with the pink borders to help the children easily identify this early level. എന്താ പ്രത്യേകത? അതായത് പിങ്ക് സ്കീമിലുള്ള വേർഡ്സുകള് നമ്മള് പിങ്ക് കാർഡുകളിലോ അല്ലെങ്കിൽ പിങ്ക് ബോക്സസിലോ അല്ലെങ്കിൽ പിങ്ക് ബുക്ക്ലെറ്റുകളായിട്ടോ ആണ് എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക. അപ്പൊ പിങ്ക് സ്കീമിലുള്ള വേർഡ്സുകള് എന്ത് ചെയ്തിരിക്കണം? പിങ്ക് ചാപ്റ്ററിലായിരിക്കണം നമ്മള് എഴുതി വെക്കേണ്ടത്. അല്ലെങ്കിൽ ബുക്ക്ലെറ്റുകളാക്കാം, അല്ലെങ്കിൽ ബോക്സസ് ആക്കാം, അങ്ങനെ ധാരാളം. പിന്നെ കാർഡുകളാക്കാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങള് നമ്മൾ പിങ്ക് പേപ്പറിൽ പിങ്ക് സ്കീമിലുള്ള വേർഡ്സ് ചെയ്യുന്നത് വഴി കുട്ടികൾക്ക് പെട്ടെന്ന് പിങ്ക് സ്കീമിലുള്ള വേർഡ്സ് ആണ് ഇതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. നിങ്ങളിപ്പോ എഴുതിയതിന്റെ തൊട്ട് താഴെയായിട്ട് എഴുതുക CBC വേർഡ്സ് എന്ന് എഴുതുക. എന്നിട്ട് ആ ഓരോ ലെറ്ററിന്റെയും തൊട്ട് താഴെയായിട്ട് ഒരു ആരോ മാർക്ക് ഇടുക. എന്നിട്ട് C for consonant, B for vowel, C for consonant, അങ്ങനെ ആരോ മാർക്ക് ഇട്ടിട്ട് അതിന് നേരെ എഴുതി വെക്കുക കേട്ടോ. CBC words, consonant, vowel, consonant. Okay.
ഇനി ഞാൻ പറഞ്ഞ നേരത്തെ പോലെ തന്നെ പിങ്ക് പേപ്പറിലാണ് അല്ലെങ്കിൽ പിങ്ക് കാർഡുകളിലാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതും കൂടി ഒന്ന് എഴുതി വെക്കുക കേട്ടോ. All the cards, comma boxes. All the cards, comma boxes and booklets in this series, SERIES, are usually printed on pink paper or with the pink borders to help children easily identify this early level. Okay, all the cards, boxes, and booklets in this series are usually printed on pink paper or with the pink borders to help children easily identify this early level. Clear? Okay. ഇനി ഞാൻ പിങ്ക് സ്കീമിലെ വേർഡ്സ് എഴുതിയിരിക്കുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് റഫ് ആയിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ? പിങ്ക് പേപ്പറിലാണ് കേട്ടോ, ചാർട്ട് പേപ്പർ ആണിത്. പിങ്ക് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വേർഡ്സ് ഒന്ന് എഴുതാലോ, ഏതൊക്കെയാണെന്ന്. ഓക്കെ, ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്നത് വവൽ ലെറ്റർ എ, അതായത് വവൽ സൗണ്ട് ആയിട്ടുള്ള എ മിഡില് വരുന്ന വേർഡ്സ് ആണ് നമ്മൾ ആദ്യം എഴുതുക കേട്ടോ. അപ്പൊ ഞാൻ പറയാം, ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബാറ്റ് ആണ്, PAT, ബാറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സമയം കിട്ടുമ്പോഴൊക്കെ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കണം കേട്ടോ. എങ്ങനെയാണ് ഇതിന്റെ ചിലപ്പോ മിസ് പഠിപ്പിച്ചു തരുന്നില്ല അശ്വതി മിസ്, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ബാറ്റ് എഴുതാം. ഫസ്റ്റ് വേർഡ് ആണ് ബാറ്റ്, PAT, ബാറ്റ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നെക്സ്റ്റ് വേർഡ് ആണ് MAT, മാച്ച്. MAT, മാച്ച്. തേർഡ് വേർഡ് ആണ് CAT, കാറ്റ്. CAT, കാറ്റ്. അടുത്ത വേർഡ് ആണ് RAT, റാറ്റ്. RAT, റാറ്റ്. നെക്സ്റ്റ് വേർഡ് എഴുതുക BAN, ബാൻ. BAN, ബാൻ.
അടുത്തത് CAN can. CAN can. അടുത്തത് MAP map. MAP map. Then next CAP cap. CAP cap. ഓക്കെ. അപ്പോ A മിഡിലില് വരുന്ന, അതായത് വവൽ ലെറ്റർ A വരുന്ന മിഡിലിൽ വരുന്ന വേർഡ്സ് നമ്മളിപ്പോ എഴുതി കഴിഞ്ഞു. ഇനിയും കൂടുതൽ വേർഡ്സ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഏതായിരിക്കും? മിഡിലില് വരുന്ന, ഈ മിഡിലില് വവലായിട്ട് വരുന്ന വേർഡ്സ് ആണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തേതാണ് ടെൻ. TEN 10. TEN 10. Then next ആണ് pen. PEN pen. PEN pen. Then next എഴുതാ NET net. NET net. NET net. അടുത്തത് SET set. SET set. Then BET bet. BET bet. Then next DEN then. DEN then. അടുത്തത് HEN hen. HEN hen. അടുത്തത് MET met. MET met. Next one LEG leg. LEG leg. എഴുതിയോ? ഇനി അടുത്തത് ഏതായിരിക്കും വരുന്നേ? ആണ് കേട്ടോ. I മിഡിലിൽ വരുന്ന, വവൽ സൗണ്ട് മിഡിൽ വരുന്ന ലെറ്റേഴ്സ് ആണ് ഞാൻ പറയുന്നത്, വേർഡ്സ് ആണ് പറയുന്നത്. RIB റിബ്. RIB റിബ്. സെക്കൻഡ് വേർഡ് BIP ബിബ്. BIP ബിബ്. NIB nib. NIB nib. അടുത്തത് FIG fig. FIG fig. നെക്സ്റ്റ് PIG pig. PIG pig. നെക്സ്റ്റ് WIG wig. WIG wig. Then അടുത്തത് SIT sit. SIT sit.
Then next, KIT, kit. KIT, kit. Then PIT, pitch. PIT, pitch. The next one, BIN, bin. BIN, bin. Okay, കഴിഞ്ഞോ? എഴുതിയോ? Yes. ഇനി അടുത്തത് ഏതായിരിക്കും വരുന്നേ? ഓ ഓയാണല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓ വെച്ച് അല്ലെങ്കിൽ ഓ മിഡിൽ വരുന്ന വേർഡ്സുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആണ് ഡോഗ്. DOG, ഡോഗ്. DOG, ഡോഗ്. Then next, FOG, fog. FOG, fog. അടുത്തത് FOX, fox. FOX, fox. അടുത്തത് എഴുതുക BOX, box. BOX, box. Next one, HOT, hot. HOT, hot. അടുത്തത് DOT, dot. DOT, dot. The next, GOD, god. GOD, god. അടുത്തത് ROD, road. ROD, road. Then MOP, mop. MOP, mop. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. എല്ലാവരും എഴുതിയോ? ലാസ്റ്റ് വൺ ഏതായിരിക്കും? യു യു ആണ് കേട്ടോ. യു മിഡിലിൽ വരുന്ന ലെറ്റേഴ്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തേത് തന്നെ കബാണ് കേട്ടോ. CUB, കബ്. CUB, കബ്. The next one, RUB, rub. RUB, rub. അടുത്തത് JUG, jug. JUG, jug. The next one, MUG, mug. MUG, mug. The next, BUN, bun. BUN, bun. അടുത്തത് RUN, run. RUN, run. The next, CUP, cup. CUP, cup. അടുത്തത് PUP, pup. PUP, pup. Next, HUT, hut. HUT, hut. The last one, BUS, bus. BUS, bus. എഴുതിയോ?
അപ്പൊ ഇതാണ് എന്ത് മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീം എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പോ ഇത് വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? എന്ത് ചെയ്യേണ്ടത്? പഠിക്കണം. സൗണ്ട് പഠിക്കണം. മാത്രമല്ല വേറെന്താ ചെയ്യേണ്ടത്? ഇതിപ്പോ നോട്ടിലല്ലേ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കുട്ടികളെ ഇത് കൊണ്ട് ചാർട്ടില്. ചെയ്യിപ്പിക്കണം. നോട്ടിലാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് പിങ്ക് ബുക്ക്ലെറ്റ് ആക്കി ചെയ്യാം, പിങ്ക് കാർഡ് ആക്കി ചെയ്യാം, പിങ്ക് ചാർട്ട് പേപ്പറിലും ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇത് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ വേർഡ്സ് ഒന്ന് പിങ്ക് ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇതാണ് പിങ്ക് റീഡിംഗ് സ്കീം. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. അപ്പൊ നമ്മള് പിങ്ക് റീഡിംഗ് സ്കീം നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഏതാണ്? ബ്ലൂ റീഡിംഗ് സ്കീം ആണ് കേട്ടോ. ബ്ലൂ സ്കീമിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾക്ക് അടുത്തത് നോക്കാനായിട്ട്. അപ്പൊ ബ്ലൂ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്താണ്? സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം ആണ്. ഓക്കെ, പിങ്ക് സ്കീമാണ് ഫസ്റ്റ് സ്റ്റേജ്. പക്ഷെ ബ്ലൂ സ്കീം വരുമ്പോ എന്താ പ്രത്യേകത? ദിസ് ഈസ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡ് പ്രോഗ്രാം. ഓക്കെ, ദെൻ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പിങ്ക് സീരീസ് ചിൽഡ്രൻ മൂവ് ഓൺ ടു ദ ബ്ലൂ സ്കീം. അതായത് പിങ്ക് സീരീസ് പഠിച്ചതിന് ശേഷമാണ് കുട്ടികൾ എന്ത് പഠിക്കുക? ബ്ലൂ സ്കീം പഠിക്കുക. നമ്മളായാലും ലെറ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു അറേഞ്ച്മെന്റ് ഇല്ലേ? ആദ്യം വലിയ ലെറ്റേഴ്സ് ആണോ നമ്മൾ പഠിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലല്ലോ. ചെറിയ ചെറിയ ലെറ്റേഴ്സിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുക, നമ്മള് വലിയ ലെറ്റേഴ്സിലേക്ക് പോവുക അല്ലെ? മെറ്റീരിയൽസ് ആയാലും അങ്ങനെ തന്നെയാണ്. സിമ്പിൾ മെറ്റീരിയൽ നിന്നാണ് കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിലേക്ക് പോകുന്നത് അല്ലെ? ആദ്യം സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് പഠിപ്പിച്ചു കൊടുക്കും, അതിനുശേഷമാണ് എന്ത് ചെയ്യുക, കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് പിങ്ക് സീരീസ് ചിൽഡ്രൻ മൂവ് ഓൺ ടു ബ്ലൂ സ്കീം. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് in this stage they learn to read complex words that contain consonant blends. എന്താ പ്രത്യേകത? ഒന്നുകൂടി ഞാൻ പറയാം. In this stage they learn to read complex words that contain consonant blend. അതായത് ബ്ലൂ സ്കീമില്, അതായത് പിങ്ക് സ്കീമില് നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള 3 letter വേർഡ്സ് ആണ് കണ്ടത് അല്ലെ? പക്ഷെ ബ്ലൂ സ്കീമിലോട്ട് വരുമ്പോ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇതിൽ ഉള്ളത്. അതും ബ്ലെൻഡഡ് ആയിട്ടുള്ള കൺസണന്റ് ഇതിനകത്ത് കയറി വരുന്നുണ്ട്. എന്താണ് ബ്ലെൻഡഡ് കൺസണന്റ് എന്ന് പറഞ്ഞാല്? കൺസണന്റ് ബ്ലെൻഡ്സ് ആർ കോമ്പിനേഷൻസ് ഓഫ് 2 consonant sounds that are pronounced together. അതായത് കൺസണന്റ് ബ്ലെൻഡ്സ് എന്ന് പറഞ്ഞാല് 2 കൺസണൻസ് ചേർന്ന് കമ്പൈൻ ചെയ്ത് പ്രൊനൗൺസ് ചെയ്യുന്നതിനെയാണ് കൺസണന്റ് ബ്ലെൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവ തമ്മില് ബ്ലെൻഡ് ചെയ്ത്, അതായത് കമ്പൈൻ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അവ ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? കൺസണന്റ് ബ്ലെൻഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ PL എങ്ങനെയാണ്? PL കേട്ടോ. ബോളിന്റെ P ഉണ്ടല്ലോ, ആ ബിയും എല്ലും ഇത് 2 കൺസണന്റുകളല്ലേ? ആണോ? വോപ്പല് വരുന്നില്ലല്ലോ ഇതില്. 2 കൺസണന്റ് ആണ്. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? PL അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊനൗൺസ് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ബ്ലൂ സ്കീം എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല കേട്ടോ. SP 2 കൺസണന്റ് ആണ്. SP എങ്ങനെയാണ്? അപ്പോ ഞാൻ പറയട്ടെ, TR ഡോളിന്റെ ഡിയും ആറും എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ വേറെ ഒരെണ്ണം പറയാം. PL എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് സെന്റൻസിൽ വേർഡ്സ് വരുന്നത് അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ PL കഴിഞ്ഞിട്ട് A ആണെങ്കിൽ പ്ലാന്ന് നമ്മള് പ്രൊനൗൺസ് ചെയ്യും. PL കഴിഞ്ഞ് T ആണെങ്കിൽ പ്ലേന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രൊനൗൺസ് ചെയ്യും. അങ്ങനെ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അപ്പൊ FL ആണെങ്കിലോ അല്ലെ?
ഫ്ലവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, അപ്പോ ഇതാണ് എന്ത് ബ്ലൂ സ്കീമിൽ വരുന്ന ബ്ലെൻഡഡ് ആയിട്ടുള്ള കൺസണൻസ് എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല, ഇത് വെച്ചിട്ട് നമുക്കൊന്ന് വേർഡ്സ് ഉണ്ടാക്കാം. FL വെച്ചിട്ട് ഒരു വേർഡ് ഞാൻ പറയാം, ഫ്ലാഗ്. പറ്റില്ലേ? ബ്ലൂ സ്കീമിൽ വരുന്ന വേർഡ് ആകും അല്ലെ. 3 ലെറ്റർ ഫോർമാറ്റ് വിട്ട് നമ്മൾ എന്തിലോട്ട് പോയി? 4 ലെറ്റർ ഫോർമാറ്റിലേക്ക് പോയി. പിങ്ക് സീരീസിൽ നമ്മൾ എന്താ പഠിച്ചത്? 3 ലെറ്റർ ഫോർമാറ്റ് ആണ്. പക്ഷെ ബ്ലൂ സ്കീമിൽ വന്നപ്പോ 4 ലെറ്റർ ആയിട്ടോ വേർഡ്സ്. ഓക്കെ, അപ്പോ FL ഫ്ലാഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമുക്ക് അവിടെ നോക്കാം. അത് കഴിഞ്ഞ് ST പറയുമ്പോ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. സ്റ്റോപ്പ്. പറ്റില്ലേ? ഓക്കെ, ഇനി TR നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡ്രം ചേർക്കാം. ഡ്രം. ഓക്കെ, അതുപോലെ തന്നെ CL നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലിപ്പ് എന്ന് പറയാൻ പറ്റില്ലേ? ക്ലിപ്പ് നമ്മളൊക്കെ തലയിൽ കുത്തുന്ന. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റില്ലേ? ക്ലിപ്പ്. ഓക്കെ, ഇനി FR പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ജീവി ഉണ്ട് അല്ലെ, ഏതാണ്? നമുക്ക് പറയാം. അപ്പൊ ഇനിയും ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ കുറച്ച് വളരെ മിനിമൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇനിയും ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ബ്ലൂ സ്കീമിൽ എന്ത് വരിക? ഇതിന്റെ വേർഡ്സ് വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ബ്ലൂ സ്കീമിന് ഹെഡിങ് കൊടുക്കുക. The second stage of Montessori phonetic reading program. The second stage of Montessori phonetic reading program. Okay. And the sentence I did, after completing the pink series, children move on to the blue scheme. Children move on to the blue scheme. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക, എന്നിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതുക. In this stage, they learn to read complex words that contain consonant blends. BLENDS, blends. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാം കേട്ടോ. കൺസണന്റ് ബ്ലെൻഡ്സ് ആർ കോമ്പിനേഷൻ ഓഫ് two consonant sounds that are pronounced together. മാം ഒന്നും കൂടി പറയൂ. ഒന്നുകൂടി പറയാം. കൺസണന്റ് ബ്ലെൻഡ്സ് ആർ കോമ്പിനേഷൻ ഓഫ് two consonant sounds that are pronounced together. എഴുതിയോ അൽഫിയ? ഇനി എക്സാമ്പിൾ എന്നിട്ടിട്ട്
സൗണ്ട് കൺസണന്റ് സൗണ്ടുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബ്ലെൻഡ് ചെയ്ത് വരുന്ന വേർഡ്സ് അല്ല കേട്ടോ, സൗണ്ടുകൾ മാത്രം എഴുതാം. എക്സാമ്പിൾ ഇട്ടിട്ട് പി എൽ എഴുതാം കേട്ടോ. പി എൽ എന്ന് നമ്മൾ പറയില്ലേ, പി എൽ. ഒരു കോമീഡ എസ് ടി എന്ന് എഴുതുക. എസ് ടി. വീണ്ടും ഒരു കോമീഡ ഡി ആർ എന്ന് എഴുതുക. എന്നിട്ട് വീണ്ടും ഒരു കോമീഡ പി എൽ എന്ന് എഴുതുക. വീണ്ടും ഒരു കോമീഡ എഫ് എൽ എന്ന് എഴുതുക. എഴുതിയോ എല്ലാവരും? ഇനി നമുക്ക് വേർഡ്സ് ഏതാണെന്ന് എഴുതാം. എഫ് എൽ എന്ന് എഴുതുക. നിങ്ങള് എഫ് എൽ എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ ഒരു ഹൈഫൺ ഇട്ടിട്ട് ഫ്ലാഗ് എന്ന് നിങ്ങൾ എഴുതാം. ഫ്ലാഗ്. എഫ് എൽ ഹൈഫൺ ഫ്ലാഗ്. ഇനി അതിന്റെ തൊട്ട് താഴെയായിട്ട് എഴുതാം എസ് ടി എന്ന് എഴുതാം. എസ് ടി എന്ന് ഒരു ഹൈഫൺ ഇട്ടിട്ട് സ്റ്റോപ്പ് എന്ന് എഴുതുക കേട്ടോ. എസ് ടി ഹൈഫൺ സ്റ്റോപ്പ്. ഇനി ഡി ആർ ആണ്. ഡി ആറിന്റെ അവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് ഡ്രം എന്ന് എഴുതുക. ഡ്രം. ഇനി സി എല്ലിന്റെ അവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് ക്ലിപ്പ് എന്ന് എഴുതുക കേട്ടോ. ക്ലിപ്പ്. ഇനി എഫ് ആർ എന്നിട്ടിട്ട് ഫ്രോഗ് എന്ന് എഴുതുക. ഓക്കെ, എഴുതിയോ? ഓക്കെ. അപ്പോ ഇനി നമുക്ക് ബ്ലൂ സ്കീമിൽ വരുന്ന ചില വേർഡ്സ് എഴുതാം അല്ലെ, ഏതൊക്കെയാണ്? വേർഡ്സ് എഴുതിക്കോളൂ കേട്ടോ. സെക്കൻഡേ. താങ്ക്സ്. രാവിലെ പാർട്ട് 3 മൊഡ്യൂളിൻ്റെതല്ലായിരുന്നു ക്ലാസ്? ഓക്കെ, നമുക്ക് വേർഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. വളരെ കുറച്ച് വേർഡ്സ് ഉള്ളൂ കേട്ടോ. പിങ്ക് സ്കീമിന്റെ എത്ര വേർഡ്സ്? ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ബ്ലൂ സ്കീം എന്താണെന്ന്. ഓക്കെ, അപ്പൊ കുറച്ച് വേർഡുകൾ കൂടി എഴുതാം. ക്രാബ് ഇട്ടോ. ക്രാബ്. CRAB. ക്രാബ്. Then plan. 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 Then glad.
gland, then drop, D-R-O-P, drop, then crop, C-R-O-P, crop, then cloak, C-L-O-C-K, cloak, then plot, P-L-O-T, plot, മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഉം. ഇതിൽ 4 ലെറ്റേഴ്സ് ആണോ അല്ലെങ്കിൽ 4 ലെറ്റേഴ്സ് കൂടുതലാണോ? 4 letters വരാം, 4 letters കൂടുതലും വരാം, കുഴപ്പമില്ല ഓക്കെ കേട്ടോ. ഓക്കെ. ഇപ്പൊ ഏതാണ് ഞാൻ പറഞ്ഞത്? ഇതിലൊക്കെ പ്ലോട്ട് അല്ലേ? പ്ലോട്ട്. ട്രസ് 4 ലെറ്ററിൽ കൂടുതലുണ്ട് കേട്ടോ. ട്രസ്, TRESS. ഒരു സെക്കൻഡേ. എഴുതിക്കോളൂ. അടുത്ത വേർഡ് ട്രിപ്പ് ആണ് കേട്ടോ. TRIP, ട്രിപ്പ്. അടുത്തത് ക്രിബ്, CRIB, ക്രിബ്. നെക്സ്റ്റ് വൺ ഡ്രിങ്ക് ആണ് കേട്ടോ. ഡ്രിങ്ക്. ക്ലിയർ അല്ലേ? കണ്ടോ? ബ്ലൂ സ്കീമില് ഉള്ള വേർഡ്സ് മിസ് 5 ലെറ്റർ വേർഡ്സും വരുമോ? 5 ലെറ്റർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ വരും. അതായത് ഇതുപോലെയാണ് ബ്ലെൻഡഡ് ആയിട്ടുള്ള സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ വരും. കുഴപ്പമില്ല, വരുന്നതിന് വരാം കേട്ടോ. നമ്മുടെ പിങ്ക് സ്കീമിൽ മാത്രമാണ് 3 ലെറ്റർ വേർഡ്സ് വരുന്നത്. ബ്ലൂ സ്കീമിലും ഗ്രീൻ സ്കീമിലും നമുക്ക് കൂടുതൽ ലെറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെന്ത് ചെയ്യണം നിങ്ങള്? ബ്ലൂ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ബ്ലൂ ബുക്ക്ലെറ്റുകളായിട്ടോ ബ്ലൂ കാർഡുകളായിട്ടോ എന്ത് ചെയ്യണം? ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണ്? ഇപ്പൊ നമ്മളിപ്പോ പിങ്ക് സ്കീം പഠിച്ചു, ബ്ലൂ സ്കീം പഠിച്ചു. ഇനി ഏതാ സ്കീം ഉള്ളത്? ഗ്രീൻ ആണ് കേട്ടോ. ഗ്രീൻ സ്കീം. അപ്പൊ ഗ്രീൻ സ്കീമിന്റെ ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഗ്രീൻ സ്കീം.
ഗ്രീൻ സ്കീം എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഗ്രീൻ സ്കീമിന്റെ പ്രത്യേകത തേർഡ് ലെവൽ ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം ആണത് ഗ്രീൻ സ്കീം എന്ന് പറയുന്നത്. ഇതില് കുട്ടികൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് പിങ്ക് സ്കീമില് എന്താ കണ്ടത്? സിമ്പിൾ 3 letter വേർഡ്സ്. ബ്ലൂ സ്കീമിലേക്ക് വരുമ്പോ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ്. എന്നാൽ ഗ്രീൻ സ്കീമിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതിൽ 2 ലെറ്റേഴ്സ് ചേർന്ന് പുതിയൊരു സൗണ്ട് ഉണ്ടാകും. എന്താ പ്രത്യേകത? 2 ലെറ്റേഴ്സ് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? പുതിയൊരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഏതൊക്കെയാണ് ആ സൗണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ പറയാം. അത് വെച്ചിട്ട് ഇപ്പൊ SH എന്ന് പറയുന്ന 2 ലെറ്റർ അത് ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ഏതാണ് ആ സൗണ്ട്? ആണല്ലേ. അപ്പൊ 2 വേർഡ്സ് പറയാമോ അതുമായി ബന്ധപ്പെട്ടിട്ട്? ഫിഷും വരും, ഷിപ്പും വരും അല്ലേ? ഷീപ്പ്. ഓക്കെ, കുറേയധികം വേർഡ്സ് വരാറുണ്ട്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഫിഷും ഷിപ്പും ആണ്. ഇനി ഞാൻ വേറെ 2 ലെറ്റർ പറയാം. CH എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? എന്ത് സൗണ്ട് ആയിട്ടാകുന്നത്? അല്ലേ? അപ്പൊ നമുക്ക് ചേർക്കാം ചോപ്പ്, മച്ച്. ചോപ്പ്, മച്ച്. ഓക്കെ, പിന്നെ അതുകൂടാതെ അടുത്തൊരു സൗണ്ട് നമുക്ക് നോക്കാം. ലെറ്റർ നമുക്ക് നോക്കാം. TH എന്താണ് ഉണ്ടാവുക? TH അല്ലെ? ദിസ് എഴുതാൻ നമുക്ക് ദാറ്റും എഴുതാം. ദിസ്, ദാറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഡബിൾ ഇ. എങ്ങനെയാണ് സൗണ്ട് വരിക? ഡബിൾ ഇ ആണെങ്കിൽ ട്രീ വരും. ആണോ? സിയും ട്രീയും വരുന്നതാണ് അല്ലെ? ഓക്കെ, പിന്നെ AI ആണെങ്കിലോ എങ്ങനെയാണ് സൗണ്ട് വരിക? AI. റെയിൻ വരും, അതുപോലെ പെയിനും വരും അതിന്റെ കൂടെ. റെയിൻ ആൻഡ് പെയിൻ. ഓക്കെ, ഇത് രണ്ടുമാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്തത് ഒരെണ്ണം പറഞ്ഞു നോക്കാം നമുക്ക്. IGH. IGH ആവുമ്പോ എങ്ങനെയാ വരിക? അല്ലെ? സുബിന ഒന്ന് മ്യൂട്ട് ചെയ്യാം. ലൈറ്റ് വരും, അതുപോലെ തന്നെ ഹൈറ്റും വരും. ഓക്കെ, ഇത് എഴുതുമ്പോ കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. തേർഡ് ലെവൽ ഓഫ് മോണ്ടിസോറി റീഡിംഗ് പ്രോഗ്രാം ആണ് ഗ്രീൻ സ്കീം എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചും കൂടി കുട്ടികൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുക. പിന്നെ ഇതിൽ 2 ലെറ്റേഴ്സ് ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് 2 എന്താ പറയാ ലെറ്റർ ചേർന്നിട്ട് എന്ന് പറയും. 2 ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് SH എടുക്കാം. SH എന്ന് പറയുന്ന 2 ലെറ്റർ ചേരുമ്പോൾ അത് ഷ് എന്ന് പറയുന്ന സൗണ്ട് ആയിട്ട് മാറുന്നു. അതിന്റെ വേർഡ്സ് എന്ന് പറയുന്നത് ഫിഷും ഷിപ്പും ആണ്. പിന്നെ CH എന്ന് പറയുന്ന സൗണ്ട് ചേർന്നിട്ട് എന്താണ്? ച് ആയി മാറുന്നു. ചോപ്പും മച്ചും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ TH എന്ന് പറയുന്ന സൗണ്ട് ചേർന്നിട്ട് ത് ആയിട്ട് മാറുന്നു. ദിസും ദാറ്റും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡബിൾ ഇ ചേർന്നാല് ഇ ആകുന്നു. സിയും ട്രീയും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ AI ചേർന്നാല് എ ആവുന്നു. റെയിനും പീനും നമുക്ക് എടുക്കാവുന്നതാണ്. IGH ചേർന്നാല് ഐ ആകുന്നു. ലൈറ്റും ഹൈറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്ലുവൻസി മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഒരു വേർഡ്സ് കുട്ടികളുടെ ഫ്ലുവൻസി കൂടുതലായിട്ട് മെച്ചപ്പെടുത്തും. പിന്നെ കൂടുതൽ വേർഡ്സ് വായിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് എന്ത്? ഗ്രീൻ സ്കീം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ ആണ്. യെസ്. അപ്പൊ നമുക്ക് എഴുതാം. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് വേർഡ്സ്, വേറെ കുറച്ച് വേർഡ്സുകൾ വരുന്നുണ്ട്. അതായത് ഗ്രീൻ സ്കീമില് AI തുടങ്ങുന്ന, അതായത് AI വെച്ചിട്ട് തുടങ്ങുന്ന ചില വേർഡ്സുകൾ വരുന്നുണ്ട്. അത് ഒന്നിടവിട്ട് വരിക, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലെറ്റേഴ്സ് വരാം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ AI, സ്മോൾ ലെറ്റർ A ആണ് കേട്ടോ. ഈ ലെറ്റേഴ്സ് വരുന്ന ഒരു വേർഡ് ഞാൻ പറയാം. നെയിൽ. നിങ്ങളാണോ നോക്കിയേ? നെയിൽ എന്നാണോ നോക്കിയേ? NAIL. AI വരുന്നില്ലേ? എവിടെയാ വരുന്നേ? കണ്ടിന്യൂസ് ആയിട്ടല്ലേ വരുന്നേ? ആണ്, കണ്ടിന്യൂസ് ആയിട്ടാണല്ലേ വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായല്ലോ. പിന്നെ AE വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് എഴുതാം. AE വരുന്നുണ്ട്, AY വരുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ, അതിനുശേഷം വരാം. ഗ്രീൻ സ്കീമും കൂടി ഉള്ളൂ നമുക്ക് ഇനി കേട്ടോ. 5 മിനിറ്റ് വെള്ളമൊക്കെ കുടിച്ച് വന്നിരിക്കുക. ഓക്കെ.
അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാരും വെള്ളമൊക്കെ കുടിച്ച് വന്നിരുന്നോ? അപ്പൊ ഗ്രീൻ സ്കീം എന്ന ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഗ്രീൻ സ്കീം എന്ന ഹെഡിങ് കൊടുക്കുക. The third level of Montessori phonetic reading program. The third level of Montessori phonetic reading program. In this stage, children learn more advanced words. അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതുക. Where two or more letters produce a single sound. ഓക്കെ, അപ്പൊ തേർഡ് ലെവൽ ഓഫ് മോണ്ടിസോറി റീഡിംഗ് ഫണറ്റിക് പ്രോഗ്രാം ആണ്. ഇതിൽ കുട്ടികൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുക. ഇതിൽ 2 ലെറ്റർ ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് ഉണ്ടാകും. ഓക്കെ, എഴുതിയല്ലോ. ഓക്കെ, ഇനി അടുത്തത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. എക്സാമ്പിൾസ് എക്സാമ്പിൾസിൽ ആദ്യം SH എന്ന് കൊടുക്കുക. SH ഷ് എന്ന് പറയുന്ന സൗണ്ട് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. SH. എന്നിട്ട് ഇതിന്റെ ബ്രാക്കറ്റിലായിട്ട് എഴുതുക ഫിഷ് കോമ ഷിപ്പ്. ഫിഷ് കോമ ഷിപ്പ്. ഇനി നെക്സ്റ്റ് CH. ചെന്നാണ് കേട്ടോ. ചെന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. സൗണ്ട് വരുന്നേ. ചോപ്പ് കോമ മച്ച്. CHOP ചോപ്പ് കോമ MUCH മച്ച്. ചോപ്പ് കോമ മച്ച്. ഇനി അടുത്തത് TH ആണ് കേട്ടോ. TH എന്ന് പറയുമ്പോ എന്നാണ് കേട്ടോ. This comma that. ഇനി അടുത്തത് ഡബിൾ ഇ ആണ് കേട്ടോ. ഡബിൾ ഇ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. C, tree. ഡബിൾ ഇ TREE. C, tree.
ഇനി നെക്സ്റ്റ് വൺ AI ആണ് കേട്ടോ. AI എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. റെയിൻ കോമ പെയിൻ. റെയിൻ കോമ പെയിൻ. ഈ IGH ലൈറ്റ് കോമ നൈറ്റ് എന്ന് എഴുതിയത് കേട്ടോ. ലൈറ്റ് കോമ ഐ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ലൈറ്റ് കോമ നൈറ്റ്. ലൈറ്റ് കോമ നൈറ്റ്. ഇവിടെ താഴെയായിട്ട് എഴുതാം. ഇറ്റ് ഇംപ്രൂവ്സ് ഫ്ലുവൻസി എന്ന് എഴുതുക കേട്ടോ. ഇറ്റ് ഇംപ്രൂവ്സ് അങ്ങനെ എഴുതട്ടെ. ഇങ്ങനെ എഴുതിയാൽ മതി. ഗ്രീൻ സ്കിൻ ഹെൽപ്സ് ഇംപ്രൂവ് ഫ്ലുവൻസി. അങ്ങനെ എഴുതുക. ഒന്നുകൂടെ പറയാം മിസ്സേ. ഗ്രീൻ സ്കിൻ ഹെൽപ്സ് ഇംപ്രൂവ് ഫ്ലുവൻസി. ഓക്കെ. നമുക്ക് അതിന്റെ വേർഡ്സുകൾ കുറച്ച് എഴുതാം അല്ലെ. നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പ്രാക്ടിക്കൽ ഏരിയയിൽ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? മെറ്റീരിയൽസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? കുറച്ച് നിയമങ്ങൾ ഉണ്ട് അതിന്. അതറിയാമോ? ഇല്ല. അറിയാമെങ്കിൽ അറിയാന്ന് പറയൂ, അല്ലെങ്കിൽ അല്ലാന്ന് പറയൂ. നമ്മൾ മെറ്റീരിയൽസ് മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട രീതി എങ്ങനെയാ? സിമ്പിൾ ടു കോംപ്ലക്സ്. സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. മെറ്റീരിയൽസ് ഒരു ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ട്രേയിലോ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെയാണോ പറഞ്ഞു തന്നിട്ടില്ലേ ടീച്ചർ? ഒരു ബാസ്ക്കറ്റിലായിരിക്കണം അല്ലെങ്കിൽ ഒരു ട്രേയിലായിരിക്കണം അല്ലെ. പിന്നെ നമ്മൾ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികളുടെ റീച്ചിനനുസരിച്ച് അതല്ലെങ്കിൽ അവരുടെ കൈ എത്തുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ. ഏറ്റവും ഉയരത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് എടുക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. എടുക്കാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞുങ്ങളുടെ റീച്ചിനനുസരിച്ച് അവരുടെ കൈ എത്തുന്ന ദൂരത്തായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ മറ്റൊരു പ്രത്യേകത, മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം. ആണോ? നമ്മുടെ വീട്ടില് 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും ഒരേ എണ്ണം ചോക്ലേറ്റ് അല്ലേ നമ്മൾ കൊടുക്കൂ? കൂടുതൽ കുറവ് അങ്ങനെ കൊടുക്കാറുണ്ടോ? നല്ലത് ചീത്ത, ക്വാളിറ്റി കൂടിയത് ക്വാളിറ്റി കുറഞ്ഞത് അങ്ങനെ കൊടുക്കാറില്ല അല്ലെ. അപ്പൊ ഒരാൾക്ക് പിങ്ക് ടവർ കൊടുത്തു കഴിഞ്ഞാല് മറ്റേ ആൾക്കും എന്ത് ചെയ്യണം? അതുപോലെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് കൊടുക്കാനായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരെന്ത് പറയും? എന്താ പറയാ? നിങ്ങൾ എങ്ങനെ പറയാ? റെസ്പോണ്ട് ചെയ്യുക ടീച്ചേഴ്സിനോട്. അവന് നല്ലത് കിട്ടി അല്ലെ, അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക അല്ലെ. ഓക്കെ. അപ്പോ
അത് ശ്രദ്ധിക്കണം. അപ്പൊ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ചിട്ടുള്ള, അതായത് അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം അല്ലെ. അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങണ്ടേ, നമുക്കറിയാം അവരുടെ കുഞ്ഞി കൈയാണ് അല്ലെ. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം. നമുക്കറിയാം എല്ലാ മെറ്റീരിയൽസും വുഡൻ ആണ് അല്ലെ. വുഡൻ മെറ്റീരിയൽസ് അല്ലേ മോണ്ടിസോറി മെറ്റീരിയൽസിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. എപ്പോഴും അത് വൃത്തിയാക്കി തുടച്ച് സൂക്ഷിച്ചു വെക്കണം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ ലേണിങ്ങിന് വേണ്ടിയിട്ടും കൂടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കറിയാം മെറ്റീരിയൽസ് നമ്മൾ കുഞ്ഞുങ്ങളെ ആദ്യം അവര് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടാണ് അല്ലെ. നമ്മുടെ വീടല്ലേ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നേ. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് കിച്ചൺ അല്ലെ. അപ്പൊ കുറെ അധികം ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് കിച്ചണിൽ നിന്ന് തന്നെ പഠിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ട് അമിതമായിട്ട് ജോലി ചെയ്യിപ്പിക്കണം എന്നല്ലട്ടോ ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ കൊടുക്കുക. അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റികളാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജഗ്ഗിൽ നിന്ന് വെള്ളം പകർത്തുന്നത് ഒരു ആക്ടിവിറ്റി ആണോ? ആണ്. ഒരു പാത്രത്തിൽ നിന്ന് മറ്റേ പാത്രത്തിലേക്ക് പയറ്, കടല മുതലായിട്ടുള്ള കാര്യങ്ങള് പകർത്തുന്നത്, അതും ഒരു ആക്ടിവിറ്റിയാണ്. സ്പൂണിങ് ആക്ടിവിറ്റി എന്ന് പറയും അല്ലെ. പിന്നെ അവരവരുടെ ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കുന്നത്, അരക്കി തേച്ച വസ്ത്രങ്ങള് നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവരുടെ കുഞ്ഞു ഡ്രസ്സുകൾ അവര് തന്നെ മടക്കി അവരുടെ ഷെൽഫിൽ വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താ പറയാ ചെയറോ എന്തെങ്കിലും സ്റ്റൂളോ എന്തെങ്കിലും കാര്യങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്, എടുത്തുകൊണ്ട് പോവാറില്ലേ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. ഇതൊക്കെ എന്താണ്? ആക്ടിവിറ്റിയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത്. ഓക്കെ. അങ്ങനെയാണ് അവര് വളർന്നു വരുന്നത്. അപ്പൊ ഫ്യൂച്ചർ ലേണിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽസ് സഹായിക്കുന്നുണ്ട്. ഇത് വളരെ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഏരിയ തന്നിട്ടില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഇനിയുണ്ട്, അത് നിങ്ങള് വേറെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇനി നമ്മൾക്ക് ഗ്രീൻ സ്കീമിന്റെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് വേർഡ്സ് എഴുതാം ഏതൊക്കെയാണെന്ന്. അപ്പൊ നിങ്ങൾ ആദ്യം ഗ്രീൻ സ്കീമില് AI വരുന്ന വേർഡ്സുകൾ എഴുതുക കേട്ടോ. AI വരുന്ന വേർഡ്സുകൾ എഴുതിക്കോളൂ, ഞാൻ പറഞ്ഞു തരാം. AI വരുന്ന വേർഡ്സ് ആണ്. ഫസ്റ്റ് വൺ മെയ്ഡ്, MAID, മെയ്ഡ്. Next, braid, BRAID, braid. Next, tail, TAIL, tail. Next, paint. കണ്ടോ? ഇതിനകത്തൊക്കെ AI ആവർത്തിച്ചു വരുന്നത് കണ്ടോ നിങ്ങള്? മനസ്സിലായോ? എന്താണ്? റിപ്പീറ്റ് വരുവാണ് കേട്ടോ. ഓക്കെ. പെയിന്റ്, PAINT, പെയിന്റ്. നെക്സ്റ്റ് വൺ ഗെയിൻ, GAIN, ഗെയിൻ. അടുത്തത് സ്നെയിൽ ആണ് കേട്ടോ. SNAIL, സ്നെയിൽ. അടുത്തത് ട്രെയിൻ ആണ്. TRAIN, ട്രെയിൻ. അടുത്തത് പെയ്ഡ് ആണ്. PAID, പെയ്ഡ്. നെക്സ്റ്റ് നെയിൽ ആണ് കേട്ടോ. NAIL, നെയിൽ.
NAIL, nail. നെക്സ്റ്റ് വൺ മെയിൽ ആണ്. MAIL, മെയിൽ. ഇമെയിലിനൊക്കെ നമ്മൾ പറയില്ലേ, ആ മെയിലാണ് കേട്ടോ, മെയിൽ. ഇതാണ് AI വരുന്നത്. ഇനി നമുക്ക് അടുത്തത് എഴുതാനുള്ളത് AE വരുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, A-E എന്ന് എഴുതണം കേട്ടോ. സ്മോൾ ലെറ്ററിൽ A-E എന്ന് എഴുതുക. ഇനി A എഴുതുമ്പോ A-I എന്ന് എഴുതുക. എന്നിട്ട് വേണം ഈ ലെറ്റേഴ്സ് എഴുതാൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി ഇതിന്റെ അടുത്തത് പറയാൻ പോകുന്നത് AE വരുന്ന ലെറ്റേഴ്സ് ആണ്. ഇത് ചിലപ്പോ റിപ്പീറ്റഡ് ആയിട്ടായിരിക്കില്ല വരുന്നത്, ഒന്നിടവിട്ടായിരിക്കാം വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് കേട്ടോ. ഫസ്റ്റ് വേർഡ് ആണ് ഗ്രേഡ്. ഗ്രേഡ് ആണ് കേട്ടോ ഫസ്റ്റ് വേർഡ്. രണ്ടാമത്തത് പേജ്. PATE, പേജ്. ഒന്നുകൂടെ പറയാം മിസ്സേ. PATE, പേജ്. PATE. ഓക്കെ. അടുത്തത് എസ്കേപ്പ് ആണ് കേട്ടോ. ESCAPE, എസ്കേപ്പ്. നെക്സ്റ്റ് ബ്രേക്ക് ആണ് കേട്ടോ. BRAKE, ബ്രേക്ക്. നെക്സ്റ്റ് ഫ്ലെയിം ആണ്. ഫ്ലെയിം, FLAME, ഫ്ലെയിം. നെക്സ്റ്റ് ബ്രേവ് ആണ്. BRAVE, ബ്രേവ്. അടുത്തത് ടേക്ക് ആണ് കേട്ടോ. TAKE, ടേക്ക്. അടുത്തത് സ്കേറ്റ്സ് ആണ്. SKATES, സ്കേറ്റ്സ്. അടുത്തത് ലേക്ക് ആണ് കേട്ടോ. LAKE, ലേക്ക്. നെക്സ്റ്റ് ബ്ലെയിം ആണ് കേട്ടോ. BLAME, ബ്ലെയിം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തത് AY ആണ് കേട്ടോ. AY വരുന്ന വേർഡ്സുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ A-Y എന്ന് എഴുതുക. എന്നിട്ട് ആ വേർഡ്സുകൾ താഴേക്ക് എഴുതുക കേട്ടോ. അപ്പൊ ആദ്യത്തെ വേർഡ് ആണ് ഡേ. എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലെ? DAY, ഡേ. ഇത് നമുക്ക് കാണാൻ പറ്റും, അടുത്തടുത്താണ് ലെറ്റേഴ്സ് വരുന്നത് കേട്ടോ. ഡേ ആണ് ആദ്യത്തെ വേർഡ്. രണ്ടാമത്തത് ക്ലേ ആണ്. CLAY, ക്ലേ. മൂന്നാമത്തത് സേ ആണ് കേട്ടോ. SAY, സേ.
ദെൻ നാലാമത്തത് പ്ലേ ആണ്. പ്ലേ, PLAY, പ്ലേ. ദെൻ അടുത്തത് സ്പ്രേ ആണ്. SPRAY, സ്പ്രേ. അടുത്തത് സ്വേ ആണ് കേട്ടോ. SWAY, സ്വേ. അടുത്തത് മേ ആണ് കേട്ടോ. മേ, MAY. അടുത്തത് റേ ആണ്. RAY. ലാസ്റ്റ് വൺ ബേ ആണ് കേട്ടോ. BAY. അപ്പൊ ഡേ ഉണ്ട്, ക്ലേ എഴുതി, സേ, പ്ലേ, സ്പ്രേ, സ്വേ, മേ, റേ, ബേ. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഗ്രീൻ സ്കീം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതാണ് 3 സ്കീമുകള്. അപ്പോ ഇത് ഞാൻ പഠിപ്പിച്ചത് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ആക്കരുത് കേട്ടോ. ഇതിന്റെ ലെറ്റേഴ്സ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, വേർഡ്സ് എങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് പിങ്ക് പേപ്പറിലും അതുപോലെ തന്നെ ബ്ലൂ പേപ്പറിലും ഗ്രീൻ പേപ്പറിലും ഇതൊന്ന് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. ഓക്കെ, ബൈ. Thank you. Thank you. Thank you, ma'am. Thank you.